ഓക്കെ റെഡി റെഡി ഇത് വെച്ച് ഇങ്ങനെ തുടങ്ങിയാലോ? താങ്ക് യു. മെക് ഡ്രൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ അഭിമാനമായിരുന്നു ഇന്ത്യക്കാർക്ക് എന്നും മാരുതിയുടെ വാഗണർ പീരിയോഡിക് സർവീസ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വണ്ടി ജാക്കപ്പ് ചെയ്ത് പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സുഖമായിട്ട് കയറാം. ഇതാ ഈ കാണുന്നതാണ് ഓയിൽ സമ്പ്, അതിൻ്റെ അറ്റത്ത് കാണുന്നതാണ് ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള ഡ്രെയിൻ നെറ്റ്. ഇത് 14 mm ആണ്. നമുക്ക് 14 mm ഒരു ബോക്സ് ഇട്ട് അത് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അടിയിൽ ട്രേ എല്ലാം വെച്ചേക്കുക. ഇതിൻ്റെ അകത്ത് ഓയിലുണ്ടാവും. ആ ഓയിൽ താഴെ ശേഖരിക്കാൻ കണക്കിനുള്ള ഒരു ട്രേയും വെച്ചിട്ട് വേണം നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ. ഇതിപ്പോൾ വാഗണറിന് 2.9 ലിറ്റേഴ്സ് ഓയിൽ വരും. അതിലൊരു 2.5 എങ്കിലും ഡ്രെയിനായി പുറത്ത് പോകും. അപ്പോൾ അത് ശേഖരിക്കാൻ കണക്കിന് ഒരു ട്രേ താഴെ വെച്ചിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുക. ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓയിൽ ഫിൽറ്റർ മാറാം. ഇതിനായി നമുക്ക് ഒരു റിഞ്ചുണ്ട്, ഫിൽറ്റർ റിഞ്ച്. ഇത് വെച്ചിട്ട് ഒന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് കയറ്റി വയ്ക്കുക, ഒന്ന് ടൈറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് ലൂസ് ചെയ്യുക, ബാക്കി കൈ കൊണ്ട് തിരിച്ച് കഴിക്കുക. ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ അടിയിൽ കയറി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂളൻറ്റും കൂടെ അങ്ങ് ചോർത്തി വിടുക. കൂളൻ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ കൂളൻ്റാണ്. അതും കൂടെ ഒന്ന് നമുക്ക് ചോർത്തി വിടാം. അതിനായിട്ടൊരു ബക്കറ്റ് ഞാൻ അതിൻ്റെ അടിയിൽ വെക്കുകയാണ്. ഇത് പഴയ ഓയിൽ ക്യാനാണ്, പരസ്യമായിട്ട് വിചാരിക്കേണ്ട. ഇത് നമുക്കൊരു പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. എന്നിട്ട് പയ്യെ തുറന്നു വിടുക, സാവകാശം തുറന്നു വിടുക. കാരണം കൂളൻ്റ് അങ്ങ് തെറിക്കും, കാരണം അടിയിലാണ് ഇരിക്കുന്നത്, പ്രഷർ ഉണ്ടാവും. ഇത് 4.3 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഒരു 4 ലിറ്ററെങ്കിലും പുറത്തോട്ട് വരും. ഓയിൽ ഡ്രെയിൻ ചെയ്തു, എൻജിൻ കൂളൻറ്റും ഡ്രെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഓയിൽ ഫിൽറ്റർ പുതിയത് ഫിറ്റ് ചെയ്യാം. നമ്മളൊരു പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വെറും 120 രൂപയെ ചിലവുള്ളൂ. നമുക്ക് ഇത് ഇളക്കൊണ്ട് പോകണമെന്നില്ല, നമുക്ക് മോഡൽ പറഞ്ഞാൽ മതി, ഇത് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വെക്കുന്ന മുമ്പ് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുക. ഓയിൽ അതിൻ്റെ അകത്ത് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടി അല്പം ഓയിൽ ഫില്ല് ചെയ്യുക. അതോടൊപ്പം ഈ റബ്ബർ ബീഡിങ്ങിൽ ഓറിങ്ങിൽ അല്പം ഓയിൽ തൊട്ട് തേക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇളക്കപ്പോൾ ഈസി ആയിട്ട് ഇളകി വരാനും ഈ റബ്ബർ ബീഡിങ് അതിൽ ഉരുവി പിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയ ക്യാപ്പിലെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലെന്ന് പറയുന്നത് SL ഗ്രേഡാണ്. ഓയിൽ നല്ലപോലെ ഡ്രെയിനായി. ഇനി നമുക്ക് ഈ ഡ്രെയിൻ നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഈ ഡ്രെയിൻ നെറ്റിൽ ഒരു വാഷറുണ്ട്, ഒരു ഓറിങ് ഉണ്ട്. അതും കൂടെ വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇത് 14 mm ആണ്. ക്ലോക്ക് വൈസാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇത് ഓവർ ടൈറ്റ് ചെയ്യരുത്. അത്രയും ടൈറ്റ് ചെയ്താൽ മതി. ഓയിൽ ഫിൽറ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിന് നമുക്ക് പ്രത്യേകം ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ റിഞ്ചൊന്നും വേണ്ട, ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. നല്ല വൃത്തി കൈ കൊണ്ട് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്യാം. മതി, ധാരാളം. ഓക്കെ, നമ്മളപ്പോൾ ഓയിൽ ഡ്രെയിൻ ചെയ്തു, ഓയിൽ ഫിൽറ്റർ മാറി, ഡ്രെയിൻ നെറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം.
ഇത് WagonR മോഡലാണ്, 2018 മോഡലാണ്. ഇതിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 2.9 ലിറ്റേഴ്സ് ഓയിലാണ്. അപ്പോൾ നമ്മൾ 3 ലിറ്ററിൻ്റെ ഒരു ക്യാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏതാണ്ട് 750 രൂപ വിലയുള്ളൂ. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5W30 ആണ്. അപ്പോൾ നമുക്കൊരു SL ഗ്രേഡിൽ കുറയാത്ത ഏത് ഓയിലും ഇതിന് ഉപയോഗിക്കാം. SL ഗ്രേഡ് പറയപ്പോൾ 540 മുതൽ ഓയിലുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ വാങ്ങിക്കാം. ഇതിപ്പോൾ നമ്മൾ 750 രൂപ കൂടിയ സിന്തറ്റിക് ബ്ലെൻഡ് ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എൻജിൻ്റെ മോൾ ഭാഗത്ത് ഇതിൻ്റെ ക്യാപ്പ് ഊരി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. ഓയിൽ ഫില്ല് ചെയ്യാൻ നമുക്കൊരു ഫണൽ ഉപയോഗിക്കാം. ഫണൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, കളയാതെ ഒഴിക്കാൻ കഴിയുന്നവർക്ക് അല്ലാതെ തന്നെ ഒഴിക്കാം. നമുക്കിനി ഓയിൽ ഡിപ്സ്റ്റിക്ക് ഒന്ന് താത്തിട്ട് ഇതിൻ്റെ ലെവൽ നോക്കാം. ഇനി മാക്സിമം ലെവലായിട്ടുണ്ട്. അതായത് മിനിമം മാക്സിമം 2 മാർക്കിങ്ങേ ഉള്ളൂ. അപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ മാക്സിമം ലെവലിലായിട്ടുണ്ട്. നമുക്കിത് മതിയാകും. മറ്റൊന്നുമില്ല. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, റെഡി. ഓക്കെ, നമുക്കിതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എയർ ഫിൽറ്റർ ഇളക്കാൻ ഈ ബോക്സ് ഇളക്കിയാൽ മതി. ഇവിടെയാണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. 2 ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ കവർ ഇളക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10 mm ഒരു ബോക്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. സ്ക്രൂ ഒക്കെ എപ്പോഴും അതിനടുത്ത് തന്നെ ഊരുന്നിടത്ത് തന്നെ വെച്ചേക്കുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ഇനിയുള്ളതിന് ക്ലിപ്പാണ്. ജസ്റ്റ് ക്ലിപ്പുകൾ ഇളകി കഴിഞ്ഞാൽ അതായത് സുഖമായിട്ട് ഇളകി വരും. ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിപ്പോൾ 10,000 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 10,000 കിലോമീറ്ററിൻ്റെ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ലൈഫ് ശരിക്കും 40,000 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഇതിന് വലിയ പൊടിയൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ പൊടി ഒന്ന് തട്ടിക്കുടഞ്ഞ് നമുക്കിത് തന്നെ തിരിച്ച് റീപ്ലേസ്. അപ്പോൾ അഥവാ വലിയ പൊടി ഉണ്ടെങ്കിൽ കിലോമീറ്റേഴ്സ് ആവാത്ത സ്ഥിതിക്ക് നമുക്കൊരു എയർ ബ്ലോയറോ എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഇതിപ്പോൾ പൊടിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു എയർ ബ്ലോയർ വെച്ച് മൊത്തം അടിച്ച് നമുക്കിതിൻ്റെ പൊടി മുഴുവൻ കളയാവുന്നതാണ്. എയർ ഫിൽറ്റർ നിസ്സാരമെന്ന് കരുതണ്ട. നമ്മൾ പെട്രോൾ അടിക്കുന്നു, വില കൊടുത്ത് അടിക്കുന്നു, വണ്ടി ഓടാൻ വേണ്ടി അടിക്കുന്നു, എയർ ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ എയർ ഫിൽറ്ററിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ശരിക്കും പെട്രോളിൻ്റെ അതേ പ്രാധാന്യം എയറിനുമുണ്ട്. പെട്രോളും എയറും കൂടെ മിക്സാണ് നമ്മുടെ കമ്പസ്റ്റൻ നടക്കുന്നത്. അത് തുല്യമായി ചെന്നാൽ മാത്രമേ കമ്പസ്റ്റ് എഞ്ചിൻ വർക്ക് ചെയ്യത്തുള്ളൂ. സാറിന് ഹൈ റേഞ്ചുകളിൽ, ഹിമാലയം പോലുള്ള ഹൈ റേഞ്ചുകളിൽ ഓട്ടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇതിൻ്റെ ഉപയോഗം കൃത്യമായി അറിയാം. കാരണം അവർ അപ്പറിലോട്ട് ചെല്ലുന്നതോറും, അതായത് ഓക്സിജൻ്റെ ലെവൽ കുറയുന്നതനുസരിച്ച് വണ്ടിയിലെ പിക്കപ്പ് പുള്ളിങ് കുറയാറുണ്ട്. അത് എയർ ഇൻടേക്ക് കുറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഇത് വെക്കാൻ പ്രത്യേകം സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. എടുത്തതുപോലെ അത് സ്ലോട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. അതിൽ തന്നെ വെക്കുക. ഇനി ഇളക്കിയ സ്ക്രൂകളൊക്കെ ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഈ ലോക്കെല്ലാം ഒന്ന് പിടിച്ച് വെച്ച് ഈ ക്ലിപ്പ് അങ്ങ് ഇട്ട് വയ്ക്കുക. ബാക്കി ഇതൊന്നും ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇതൊന്നും ഓവർ ടൈറ്റ് ചെയ്ത് കളയില്ല, അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കൂളൻ്റ് മുഴുവൻ ചേർത്ത് കളഞ്ഞു. പിന്നെ കൂളൻ്റെ ക്യാപ്പ്, ഡ്രെയിൻ ചെയ്ത ക്യാപ്പ് ഡ്രെയിനിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്യാൻ അറിയാമല്ലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ക്ലോസ് ചെയ്ത് വയ്ക്കുക. പ്രത്യേകിച്ച് കൂടൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. സംഭവം ഫൈബറാണ്, നമ്മൾ അധികം ടൈറ്റ് ചെയ്യേണ്ട. അധികം ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോവും. അതിനേക്കാളും ഹാൻഡ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കൂളൻ്റ് മിക്സ് ചെയ്യാം. സാധാരണ കൂളൻ്റ് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് വരുന്നത്. അത് 1:4
അതായത് 1 ലിറ്റർ കൂളൻറ്റിന് 4 ലിറ്റർ വാട്ടർ, ആ രീതിക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 ലിറ്ററിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ കൂളൻറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിന് ഒഴിക്കാനുള്ള കൂളൻറ്റ്, അതായത് നമുക്ക് വാഗണാറിന് ഒരു 4.3 ലിറ്റർ കൂളൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി നമുക്ക് കൂളൻറ്റ് ഒഴിക്കാം. കൂളൻ്റ് റെഡി. ഇപ്പോൾ നമുക്ക് ഇനി കൂളൻ്റ് ഒഴിക്കാം. ഇതായി റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കുക. ആദ്യം മുഴുവനായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കൂളൻ്റ് എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് പിന്നെ ഒഴിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടി ഹീറ്റായി നിൽക്കുമ്പോൾ ഒരിക്കലും റേഡിയേറ്റർ തുറക്കാതിരിക്കുക. വെള്ളം തെറിക്കും, ചൂടുവെള്ളമാണ്, നമ്മുടെ മുഖത്തൂടെ തെറിക്കാൻ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വണ്ടി ഓടി തണുത്തതിന് ശേഷം മാത്രം റേഡിയേറ്റർ തുറക്കുക. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സാധാരണ പീരിയോഡിക് സർവീസിൽ ഈ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ചേഞ്ചും കൂടാതെ നമ്മുടെ ഇലക്ട്രിക്കൽ പാർട്സും മറ്റും ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻഡിക്കേറ്റർ റൈറ്റ് ലെഫ്റ്റ് ബാക്ക് സൈഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഫോർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, വൈപ്പർ, ബാറ്ററിയുടെ ലൈഫ്, ബാറ്ററി ചാർജിങ്ങിന് സമയമായോ, ഇതൊക്കെ നമുക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ ഇതിനൊക്കെ ടൈറ്റ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് സ്ഥിരം ഓട്ടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇതൊന്നും ഇതിനായിട്ട് വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്വയം നമ്മൾ പീരിയോഡിക്കായിട്ട് എപ്പോഴും തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ വിൻഷീൽഡ്, റിസർവെയറിൽ വാട്ടറുണ്ടോ, വെള്ളമുണ്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓയിൽ ചേഞ്ചും മറ്റ് റേഡിയേറ്റർ കൂളൻ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ ഒരു പീരിയോഡിക് സർവീസിൽ. എല്ലാവരും സ്വയം ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.